ഇന്ത്യയിൽ IPL ആവേശം കൊട്ടിക്കയറുമ്പോൾ അപ്പുറത്ത് പാകിസ്ഥാനിൽ PSLും അരങ്ങേറുന്നുണ്ട്. വെറുതെ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. ബാബർ അസം അടക്കം പാക് ക്രിക്കറ്റിലെ സോക്കോൾഡ് കൊലകൊമ്പന്മാരൊക്കെ വിവിധ ടീമുകൾക്കായി കളത്തിലിറങ്ങുന്നുണ്ട്. ഏറെക്കാലമായി ആരാധകർക്കിടയിൽ നിന്നും ക്രിക്കറ്റ് പണ്ഡിറ്റുകൾക്കിടയിൽ നിന്നുമൊക്കെ വലിയ വിമർശന ശരങ്ങളാണ് ബാബർ അസം ഏറ്റുവാങ്ങുന്നത്. കഴിഞ്ഞ T20 ലോകകപ്പിൽ ദേശീയ ടീമിൽ ഉണ്ടായിരുന്നെങ്കിലും അമ്പെ പരാജയമായിരുന്നു. പാക് ഇതിഹാസ താരങ്ങൾ തന്നെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ മുൻ പാക് നായകനെ എടുത്തിട്ട് കുടഞ്ഞു. അതിനു മുമ്പ് ബിഗ് ബാഷ് ലീഗിൽ ബാബറിന്റെ സ്ട്രൈക്ക് റേറ്റ് ഓസീസ് ഇതിഹാസ താരങ്ങൾ പലരും വിമർശന വിധേയമാക്കി. ബാബറിന്റെ പയ്യപ്പോക്ക് പലപ്പോഴും സ്വന്തം ടീമംഗങ്ങൾക്കിടയിൽ പോലും ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കി. ഒരിക്കൽ ബാബറിന് സിംഗിൾ നിഷേധിച്ച് സ്റ്റീവ് സ്മിത്ത് താരത്തെ ഗ്രൗണ്ടിൽ വെച്ച് നാണം കെടുത്തി. ഔട്ടായി മടങ്ങുമ്പോൾ ബൗണ്ടറികളൊപ്പം അടിച്ചു തെറിപ്പിച്ചാണ് ബാബർ ഇതിനോട് പ്രതികരിച്ചത്. ഇപ്പോഴിതാ PSLലും ബാബറിന്റെ സ്ട്രൈക്ക് റേറ്റും ഫിനിഷിംഗും ഒക്കെ ചർച്ചയാവുകയാണ്. കഴിഞ്ഞ ദിവസം PSLൽ പെഷവാർ സാലിമിയും ഹൈദരാബാദ് കിങ്സ്മെനും തമ്മിൽ അരങ്ങേറിയ പോരിന് ശേഷം വാർത്താ സമ്മേളനത്തിനെത്തിയതാണ് പെഷവാർ നായകൻ കൂടിയായ ബാബർ. ഒരു മാധ്യമപ്രവർത്തകൻ ബാബർ വിരാട് കോഹ്ലി താരതമ്യം ഒരിക്കൽ കൂടി ചർച്ചയാക്കി. മാധ്യമപ്രവർത്തകന്റെ ചോദ്യം ഇതായിരുന്നു: താങ്കളെ വിരാട് കോഹ്ലിയുമായി പലരും താരതമ്യം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. വിരാടും താങ്കളും ഒരേ ശൈലിയിലാണ് കളിക്കുന്നത് എന്നാണ് പൊതുവെ പറയാറ്. വിരാട് പലപ്പോഴും ടീമിനെ ഒറ്റയ്ക്ക് തോളിലേറ്റി മത്സരങ്ങൾ ഫിനിഷ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ താങ്കൾക്കതിന് കഴിയാറില്ല. വിരാടുമായുള്ള ഈ കമ്പാരിസനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? പാക് മാധ്യമപ്രവർത്തകന്റെ ചോദ്യം ബാബറിന് അത്രയ്ക്ക് പിടിച്ചില്ല. ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമായി തൻ്റെ മുന്നിലേക്ക് വരരുത് എന്നായിരുന്നു ബാബറിന്റെ മറുപടി. ഇതൊക്കെ കയ്യിൽ വെച്ചാൽ മതിയെന്നും ഈ താരതമ്യങ്ങളൊക്കെ നിർത്തണമെന്നും ബാബർ പറഞ്ഞു. തനിക്ക് ഫിനിഷ് ചെയ്യാൻ കഴിയില്ല എന്നതൊക്കെ ചോദ്യകർത്താവിൻ്റെ തെറ്റിദ്ധാരണ മാത്രമാണെന്നും പറഞ്ഞു വെക്കുന്നുണ്ട് ബാബർ. ഹൈദരാബാദ് കിങ്സ്മെൻ ഉയർത്തിയ 145 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ പെഷവാർ 4 വിക്കറ്റിന് കളി ജയിച്ചിരുന്നു. ഓപ്പണറായി ക്രീസിലെത്തിയ ബാബറായിരുന്നു ടീമിൻ്റെ ടോപ്പ് സ്കോറർ. എന്നാൽ പാക് താരത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഒരിക്കൽ കൂടി ചർച്ചയായി. 37 പന്തിൽ 43 റൺസാണ് മത്സരത്തിൽ ബാബർ അടിച്ചെടുത്തത്. 6 ഫോറുകൾ ബാബറിൻ്റെ ബാറ്റിൽ നിന്ന് പാഞ്ഞപ്പോൾ ഒറ്റ സിക്സർ പോലും പിറന്നില്ല. 116 ആയിരുന്നു സ്ട്രൈക്ക് റേറ്റ്. 15ാം ഓവറിൽ പുറത്തായ പെഷവാർ നായകന് കളി ഫിനിഷ് ചെയ്യാനുമായില്ല. ഇതൊക്കെ മുന്നിൽ വച്ചായിരുന്നു മാധ്യമപ്രവർത്തകന്റെ ചോദ്യം. PSLൽ 2 മത്സരങ്ങളിൽ നിന്നായി 82 റൺസ് ബാബർ സ്കോർ ചെയ്ത് കഴിഞ്ഞെങ്കിലും താരത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 126 ആണ്. 10 ഫോറും 1 സിക്സുമാണ് സമ്പാദ്യം. ബിഗ് ബാഷ് ലീഗിൽ വൻ തുകക്ക് സിഡ്നി സിക്സേഴ്സ് തട്ടകത്തിലെത്തിച്ച ബാബർ ആരാധകരെ നിരാശപ്പെടുത്തിയിരുന്നു. 11 മത്സരങ്ങളിൽ നിന്ന് 202 റൺസാണ് പാക് താരം ആകെ അടിച്ചെടുത്തത്. 22 ആയിരുന്നു ബാറ്റിംഗ് ആവറേജ്. 103 ആയിരുന്നു സ്ട്രൈക്ക് റേറ്റ്. 2 അർദ്ധ സെഞ്ചുറികളാണ് താരം ലീഗിൽ കുറിച്ചത്. 2 തവണയും 40-ന് മുകളിൽ പന്തെടുത്താണ് 50-ൽ തൊട്ടത്. 7 തവണ ഒറ്റയക്കത്തിന് പുറത്തായി. ഓസ്ട്രേലിയൻ ഇതിഹാസം ആദം ഗിൽക്രിസ്റ്റ് അടക്കം പലരും പാക് താരത്തിൻ്റെ മെല്ലപ്പോക്കിനെ വിമർശിച്ച് രംഗത്തെത്തി. PBLൽ സിഡ്നി സിക്സേഴ്സും സിഡ്നി തണ്ടേഴ്സും തമ്മിൽ അരങ്ങേറിയ മത്സരത്തിലാണ് പവർ സർജിൻ്റെ സമയത്ത് സ്മിത്ത് സിംഗിൾ നിഷേധിച്ചത്. 11ാം ഓവറിലെ അവസാന പന്ത് ലോങ് ഓണിലേക്ക് അടിച്ചിട്ട് ബാബർ ഓടിത്തുടങ്ങിയെങ്കിലും സ്മിത്ത് അവിടെ തന്നെ നിന്നോളാൻ ആംഗ്യം കാണിച്ചു. ഇത് ബാബറിനെ ചൊടിപ്പിച്ചു. തൻ്റെ നീരസം ഗ്രൗണ്ടിൽ മറച്ചു വെച്ചില്ല ബാബർ. പവർ സർജിൽ താൻ സ്ട്രൈക്കിൽ ഉണ്ടാകണമെന്നും ബാബറിനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലെന്നും പറയാതെ പറഞ്ഞു വെക്കുകയായിരുന്നു സ്മിത്ത്. സ്മിത്തിനെ പടി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 11ാം ഓവറിൽ 3 പന്ത് പാഴാക്കിയ ബാബർ അടിച്ചെടുത്തത് ആകെ 2 റണ്ണാണ്. പിന്നീട് സ്മിത്ത് തകർത്തടിച്ചു. തൊട്ടടുത്ത ഓവറിൽ 4 സിക്സാണ് ഓസീസ് താരം പറത്തിയത്. ബാബർ അടുത്ത ഓവറിൽ പുറത്തായി. ബൗണ്ടറികളൊപ്പം അടിച്ചു തെറിപ്പിച്ചാണ് പാക് താരം കളം വിട്ടത്. PSLൽ മുൾട്ടാൻ സുൽത്താനായാണ് സ്റ്റീവ് സ്മിത്ത് കളിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു മത്സരത്തിൽ സാഹിബ്സാദ ഫർഹാൻ സ്റ്റീവ് സ്മിത്തിന് ഒരു സിംഗിൾ നിഷേധിച്ചത് പാക് ആരാധകർ സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കിയിരുന്നു. ക്വറ്റ ഗ്ലാഡിയേറ്റേഴ്സിനെതിരായ മത്സരത്തിൽ 3ാം ഓവറിലെ അവസാന പന്തിൽ സ്മിത്ത് സിംഗിളിന് മുതിർന്നപ്പോൾ നോൺ സ്ട്രൈക്കേഴ്സ് എൻഡിൽ ഉണ്ടായിരുന്ന ഫർഹാൻ കൈപൊക്കി വേണ്ട നാണ്യം കാണിക്കുകയായിരുന്നു. BBLൽ ബാബറിനോട് ചെയ്തതിന് ഫർഹാൻ PSLൽ പകരം വീട്ടിയെന്നായിരുന്നു പാക് ആരാധകരുടെ അവകാശവാദം. അതേസമയം മത്സരത്തിൽ 35 പന്തിൽ 53 റൺസ് അടിച്ചെടുത്ത സ്മിത്ത് മുൾട്ടാന്റെ വിജയത്തിൽ നിർണായക റോൾ വഹിച്ചു. 151 സ്ട്രൈക്ക് റേറ്റിലാണ് ഓസീസ് താരം ബാറ്റ് വീശിയത്.